പ്രൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ സന്ദർഭത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപാസന യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായ ഒരു ദൈവവചനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 58 അധ്യായം അതിൻ്റെ 6 വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 58:6. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ദൈവവചനത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസത്തോടുള്ള ബന്ധത്തിലാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കറുകൾ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസമാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വിശപ്പുള്ളവനെ നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നത് അല്ലയോ? അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. ഇവിടെ ദൈവവചനത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം 2 ഭാഗം ചേർത്ത് കൊണ്ടാണ് പറയുന്നത്. ഒന്ന് ആത്മീയമായിട്ടുള്ള വിധം എന്ന് പറഞ്ഞാൽ അന്യായ ബന്ധനങ്ങൾ അഴിക്കുന്നതും നുകത്തിൻ്റെ അമിക്കറുകൾ അഴിക്കുന്നതും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുന്നതും എല്ലാ നുകത്തെയും തകർക്കുന്നതും, അതും ഒരു ആത്മീയ റൂട്ട്. രണ്ടാമത് ഒരു ഭാഗം കൂടി പറഞ്ഞിരിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തോട് കുടുംബക്കാരോട് ചെയ്യേണ്ട അല്ലെങ്കിൽ ദൗത്യം കൂടി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം കൂടി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കണം. ഇവ രണ്ടും കൂടി ഒരുമിക്കുമ്പോഴാണ് നമ്മുടെ ഉപവാസത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗം അന്യായ ബന്ധനത്തെക്കുറിച്ചാണ്. ബന്ധനങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച 2 തരംതിരിക്കാൻ കഴിയും. വേദപുസ്തക അടിസ്ഥാനത്തിൽ സകലവിധ ബന്ധനങ്ങളെയും 2 തരംതിരിക്കാൻ കഴിയും. അതിൽ ഒന്നാമത് ഇവിടെ വായിക്കപ്പെട്ടതാണ് അന്യായമായ ബന്ധനം. രണ്ടാമത്തെ ബന്ധനം എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള ബന്ധനം. അപ്പോൾ അന്യായ ബന്ധനമുണ്ട്, ന്യായമായിട്ടുള്ള ബന്ധനമുണ്ട്. ഇത് രണ്ടിൻ്റെ റൂട്ട് 2ആണ്. അപ്പോൾ തന്നെ രണ്ടിനും വിടുതലുണ്ട്. അത് 2 റൂട്ടിലൂടെയാണ് വിടുതൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഇവ രണ്ടും എന്താണെന്നും അന്യായ ബന്ധനം എന്താണ്, ന്യായമായിട്ടുള്ള ബന്ധനം എന്താണ്, അന്യായ ബന്ധനത്തിനുള്ള വിടുതൽ ഏത് വിധത്തിൽ പ്രാപിക്കാൻ കഴിയും, ന്യായമായിട്ടുള്ള ബന്ധനമാണെങ്കിൽ അതിൽ ഏത് വിധത്തിലുള്ള വിടുതൽ കിട്ടും. അടുത്ത മൂന്നാമത് ഒരു കാറ്റഗറി ഉണ്ട്, അത് ഈ രണ്ടും കൂടി ചേർന്നതാണ്. എന്ന് പറഞ്ഞാൽ ചിലർക്ക് അന്യായ ബന്ധനവും കാണും, ന്യായമായിട്ടുള്ള ബന്ധനം കാണും. അതിലെന്താണ് പ്രതിവിധി എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് വചനത്തിലൂടെ മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ പറയുന്നത് യെശയ്യാവ് 58:6 പറയുന്നതാണ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അഥവാ അന്യായമായിട്ടുള്ള ബന്ധനമുണ്ട്. ചിലർ പറയുന്നത് പെന്തക്കോസ്തുകാർക്ക് മാത്രമാണ് ബന്ധനം പോരാട്ടമുള്ളതെന്ന്. ഇല്ല, വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് അന്യായ ബന്ധനമുണ്ട്. ബന്ധനങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. പല വിധത്തിൽ ഇതിനെ പല പേരുകൾ പറയാറുണ്ട്. അപ്പോൾ തന്നെ ചിലർ പഠിപ്പിക്കുന്ന ഒരു കൂട്ടമുണ്ട്, ബന്ധനങ്ങളൊന്നുമില്ല, അത് വെറുതെയാണ് പറയുന്നത്. ചിലർക്ക് അതൊരു വയറ്റിപ്പിഴപ്പാണ്. ഇല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നു അത് ബന്ധനങ്ങൾ ഉണ്ട്. മാത്രമല്ല ചിലർ പഠിപ്പിക്കുന്ന സാത്താനില്ല, അങ്ങനെ ഒരു പോരാട്ടം ദൈവമക്കൾക്കുണ്ടാകുമോ? ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ
എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോടെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ദൈവവേദന പോരാട്ടമുണ്ട്. അന്ധകാര ശക്തികളോട്, പൈശാചിക മണ്ഡലങ്ങളോട് പോരാട്ടമുണ്ട്. യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ രോഗികളെ മാത്രമല്ല സൗഖ്യമാക്കിയത്, പൈശാചിക ബന്ധനങ്ങൾ, ഭൂതത്തെ അല്ല യേശു പുറത്താക്കി. അതിൽ നിന്ന് ജനത്തെ ദൈവം വിടുവിച്ചു. പല വിധത്തിലും ഭൂതങ്ങൾ, രോഗത്താൽ ബന്ധിച്ചിട്ടിരുന്ന ജനത്തെ, അതുപോലെ ശരീരത്തെ, ഒരു സ്ത്രീയെ കൂനിയാക്കി നിർത്തിയിരുന്നു. ചിലത് പൈശാചിക ബന്ധനത്താൽ ബുദ്ധികളെ കെട്ടി കല്ലറ തോട്ടത്തിൽ കൊണ്ട് കെടുത്തിരുന്ന ഒരു അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക്, ലഗ്യം ബാധിച്ച പുരുഷനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പ്രധാനമായിട്ടും ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്ന അന്യായ ബന്ധനം, ന്യായമായിട്ടുള്ള ബന്ധനം. രണ്ടാമത് അതിനോട് ചേർത്ത് വരുന്നതാണ് ഹല്ലേലൂയ ഇവ രണ്ടും കൂടി ബാധിച്ചവർക്കുള്ള പ്രതിവിധി. ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. അന്യായം എന്ന് പറയുമ്പോൾ തന്നെ ന്യായമില്ലാതെ വരുന്ന വിഷയമാണ് അന്യായം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യായം രഹിതമായി, ന്യായമല്ലാതെ കടന്നു വരുന്ന ബന്ധനം. അല്പം കൂടി പറഞ്ഞ ഈ ബന്ധനം വരുമ്പോൾ ഞാനോ, എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രതികൂലം വരുന്നെങ്കിൽ ഈ ബന്ധനം എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് രൂപീകൃതമാകുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല. നാം അറിയാതെ നമുക്കെതിരെ വരുന്ന ചില ബന്ധനങ്ങളാണ് അന്യായ ബന്ധനമെന്ന് പറയുന്നത്. അല്പം കൂടി പറഞ്ഞാൽ, ദൈവപുരുഷനായ ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് തലയെടുത്ത് കയറി വരുമ്പോൾ ഇസ്രയേലിലെ കന്യകമാർ ഇങ്ങനെ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നെന്ന്. ഈ പാട്ട് കേട്ട് ശൗലിൻ്റെ ഉള്ളിൽ ദാവീദിനോട് ഒരു അസൂയ തോന്നി. ആ അസൂയ തോന്നിയ കാരണത്താൽ അനേക പ്രാവശ്യം ദാവീദിനെ കൊന്നുകളയാൻ ശൗൽ ദാവീദിൻ്റെ പുറകെ വന്നു. ഒരു ഭക്തനായ ഒരു ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു പറയും, 22 പ്രാവശ്യം ദാവീദിനെ കൊല്ലാൻ പ്ലാൻ ഇട്ടെന്ന്. പലപ്പോഴും കൺമുമ്പിൽ വെച്ച് തന്നെ ശൗൽ തൻ്റെ കയ്യിലിരുന്ന ശൂലമെടുത്ത് എറിഞ്ഞു കൺമുമ്പിൽ വെച്ച് തന്നെ കൊന്നുകളയത്തക്കവണ്ണം. ആ സന്ദർഭത്തിലെല്ലാം ദാവീദ് ഒഴിഞ്ഞു മാറിയത് കാണാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മുടെ ശൗലിൻ്റെ മകളോടൊപ്പം ജീവിക്കുമ്പോൾ അവിടെ വെച്ച് കൊന്നുകളയാൻ ആൾക്കാരെ അയച്ചു. മലയോരങ്ങൾ ഓരോ വേട്ടപ്പെട്ടി ഓടിക്കുന്നത് പോലെ ദാവീദിനെ ഓടിച്ചുകൊണ്ട് നടന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഒരു പാട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പാട്ട് കേട്ടപ്പോൾ അസൂയ തോന്നിയതാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ കന്യകമാർ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ദാവീദിന് 10,000 കൊടുത്ത് എനിക്ക് 1000 കിട്ടിയോളൂ എന്ന് ശൗൽ ചിന്തിച്ചു. ദാവീദിനോട് ഇനി അവന് രാജസിംഹാസനമല്ലാതെ വേറെ എന്താണ് കിട്ടാനുള്ളത് എന്ന് അസൂയ തോന്നിയിട്ട് ഉടനെ ദാവീദിനെ കൊല്ലാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ പല വിധത്തിലാണ് പ്രതികൂലങ്ങളെ കടന്നു വരുന്നത്. ഇവിടെ ഒരു പാട്ടിൽ കേട്ട് അതിൽ നിന്ന് ചിലർ ഒരു വസ്ത്രം, നമ്മൾ സാധാരണ രീതിയിൽ നല്ലൊരു വസ്ത്രം ഉടുത്തു കൊണ്ടുപോയാൽ ചിലർക്ക് അതിനോട് ഒരു അസൂയ തോന്നും. നല്ലൊരു വാഹനമെടുത്ത ചിലർക്ക് ഒരു അസൂയ തോന്നാറുണ്ട്. ചിലർക്ക് നീ ഒരു വസ്തു മേടിച്ച നിനക്കെതിരെ ഒരു അസൂയ ഉണ്ടാകും. നീ ഒരു വീട് വെച്ച നിനക്കെതിരെ അസൂയ ഉണ്ടാകും. നീ നല്ലൊരു പാട്ട് പാടിയ നിനക്കെതിരെ അസൂയ ഉണ്ടാകും. ചില കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് അസൂയ ഉണ്ടാകും. ചിലരുടെ മാതാപിതാക്കൾക്ക് അസൂയ ഉണ്ടാകും. ചർച്ചിനകത്ത് തന്നെ അവരുടെ കുഞ്ഞുങ്ങൾ നല്ല ലെവലിലായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നേറാൻ പറ്റിയില്ല. അങ്ങനെ ചില അസൂയ തലങ്ങൾ, ജോലി കിട്ടുന്ന ബന്ധത്തിൽ, ഒരു വിദേശ യാത്ര, ഇങ്ങനെ പല വിധത്തിൽ ഒരു കമ്പനി തുടങ്ങിയ, ഒരു ബിസിനസ് തുടങ്ങിയ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അസൂയ ഇല്ലാത്ത ഒരു മേഖലയില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ട സത്യം, നമ്മുടെ ദാവീദിനോട് ശൗലിനുണ്ട അസൂയയിൽ നിന്ന് ഒരു സംഹാരക ശക്തിയാണ് അവൻ്റെ ഉള്ളിൽ ഉടലെടുത്തത് എന്ന് പറഞ്ഞാൽ ദാവീദിനെ കൊന്നുകളയാൻ അവൻ പ്ലാൻ ഇടുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സംഹാരക ശക്തിയാണ്
ചിലർക്ക് നമ്മളോട് അസൂയ തോന്നിയിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് അവരെക്കാൾ നാം വളരരുത്, അവരെക്കാൾ ഉയരരുത്, അവരെക്കാൾ നന്മ പ്രാപിക്കരുത്, അവരെക്കാൾ ഒന്നും നേടരുത്, എപ്പോഴും അവരെക്കാൾ താഴ്ന്നിരിക്കണം, ഏതു വിധത്തിലും മറ്റുള്ളവരെ കുറിച്ച് താഴ്ന്നിരിക്കണമെന്നുള്ള ചിന്തയോട് കൂടെ വരുന്നത് അത് ഒരു അസൂയയുടെ തലമാണ്. അസൂയ എപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്? അസൂയ ആരംഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെറുപ്പം മുതലേ ഈ അസൂയ ഉണ്ട്. ചെറുപ്രായം മുതൽ 2 കൊച്ചു കുഞ്ഞുങ്ങൾ അടുത്തിരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പലഹാരം എടുത്ത് കൊടുത്തു നോക്കുക, അടുത്തൊരു കുഞ്ഞിന് ഉണ്ടാകുന്ന അസൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഒരുത്തന് കൊടുക്കാതെ ഒരുത്തന് കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വേരിയേഷൻ നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അസൂയ എന്ന് പറയുന്നത് ഹല്ലേലൂയ മനുഷ്യൻ്റെ ചെറുപ്രായം മുതലേ അതുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇതെങ്ങനെയാണ്? ദൈവമക്കളുടെ ഉള്ളിൽ അസൂയ വരാത്ത ആരുമില്ല. പക്ഷെ ദൈവമക്കൾ എന്ന് പറയുന്നത് ആ അസൂയയുടെ ചിന്ത അകത്ത് വരുമ്പോൾ തന്നെ അതിനെ ശാസിക്കും. ഞാൻ ഒരു ദൈവവേദലാണ്, എനിക്കങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, ദൈവം അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ജയമെടുക്കുന്നത് പതിവാണ്. ഇത് വചനം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് എന്നിൽ നിന്ന് എന്നെ വിട്ട് അസൂയ മാറിപ്പോകണം. അസൂയ വെച്ച് പുലർത്തിയ അത് വലിയ അനർത്ഥങ്ങളിലേക്ക്, കുലപാതകങ്ങളിലേക്ക്, കുലപാതക തുല്യമായ വിഷയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഭാഗം. അങ്ങനെ ഈ അസൂയയിൽ നിന്ന് ആണ് ഈ സംഹാരക ശക്തിയും ഈ കുലപാതക ചിന്ത, മറ്റുള്ളവരെ നശിക്കണമെന്നുള്ളതിന് ചിന്തകളും ഉടലെടുക്കുന്നതും ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നതും. ചിലർക്ക് ഇങ്ങനെ അസൂയ ഉണ്ടായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ അവർ ഉദ്ദേശിച്ച വ്യക്തി അവർ താളടിയാകുന്നില്ല എന്ന് കാണുമ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ അവരെക്കാൾ വളരുന്നു, അവരെക്കാൾ ഉയരുന്നു, അവരെക്കാൾ വിശാല പ്രാപിക്കുന്നു, അവരെക്കാൾ നന്മ ഉണ്ടാകുന്നു, അവരെക്കാൾ അവരുടെ മക്കൾ, അവരുടെ ഹസ്ബൻഡ്, അവരുടെ ജോലി, അവരുടെ ബിസിനസ് അതെല്ലാം ഉയർന്നത് കാണുമ്പോൾ ഇവർക്ക് ഒട്ടും സഹിക്കില്ല. അങ്ങനെ വരുമ്പോൾ മാക്സിമം അവരുടെ തകർച്ച ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പ്രവർത്തന ഫലം ചിന്തിച്ച് നടക്കുമ്പോൾ തന്നങ്ങളെക്കാൾ പിന്നെയും വർദ്ധിക്കുന്നത് കാണുമ്പോൾ ഏത് വിധേനയും ആ വ്യക്തിയെ നശിപ്പിക്കണം, ഏത് വിധേനയും ആ വ്യക്തിയെ തകർക്കണം. ഹല്ലേലൂയ. എന്തിനേറെ പറയാം, നീ ഒരു വീട് വയ്ക്കാൻ താല്പര്യപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ മുടക്കിക്കളയാൻ അതിനെതിരെ ചെന്ന് മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, പൂജകൾ, കർമ്മങ്ങൾ, പല വിധത്തിലുള്ള നേർച്ചകൾ, അത് ക്രിസ്ത്യാനികളും ശരി തന്നെ, ക്രൈസ്തവരായിട്ടുള്ളവരും ശരി തന്നെ, പല വിധത്തിൽ തകർക്കാൻ വേണ്ടി ഒരു വാഹനം മേടിക്കുമ്പോൾ, ഒരു വീട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോൾ, ഒരു വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, നല്ലൊരു വിവാഹം നടക്കുമ്പോൾ, തലമുറ കിട്ടാതിരിക്കാൻ, നല്ലൊരു കുടുംബജീവിതം നയിക്കാതിരിക്കാൻ, കുടുംബജീവിതങ്ങളെ തകർക്കാൻ, ശുശ്രൂഷയിലേക്ക് കയറിപ്പോകാതിരിക്കാൻ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അഴിച്ചുവിടുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇവർ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ഒരു പൈശാചിക മേഖലയുമായിട്ട് കൂട്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ മാനുഷ്യമായിട്ട് ഇവരെ തകർക്കാൻ കഴിയാത്തത് കൊണ്ട്, മാനുഷ്യമായി ഇവരെ ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് ചില പൈശാചിക ശക്തികളുമായിട്ട് കൂട്ടുപിടിച്ച് നേർച്ചകളും വഴിപാടുകളും അങ്ങനെയുള്ള പൂജകൾ, കർമ്മങ്ങൾ, അതുപോലെ തന്നെ മന്ത്രവാദങ്ങൾ, ചില ദുർമന്ത്രവാദങ്ങളിലേക്ക് വരെ കടന്നു പോകും. ഹല്ലേലൂയ. രോഗികളായിത്തീരുക, നന്മകളെ നശിക്കുവാൻ, തകർച്ചകൾ ഉണ്ടാകാൻ വേണ്ടി കുടുംബജീവിതം എല്ലാ വിധത്തിൽ നേരത്തെ പറഞ്ഞതും പറയപ്പെടാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ഉണ്ടായി വരും. ദൈവത്തിൻ്റെ വചനം ഞാൻ ഒരിക്കൽ ചിന്തിച്ച് പ്രസംഗകരുടെ ഇടയിൽ മാത്രമാണ് അസൂയുള്ളതെന്ന്. പക്ഷെ ഒരു വേദിയിലിരിക്കുമ്പോൾ പാട്ടുകാരുടെ ഇടയിലും തമ്മിൽ അസൂയ ഉണ്ടാക്കുന്നത് ആ വേദിയിൽ ഞാനത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് അസൂയ എന്നത്, ഈ മത്സരം എന്നത് എല്ലാ ഭാഗത്തിലും തങ്ങളെക്കാൾ അടുത്തൊരാൾ വളരരുത് എന്നുള്ള ചിന്ത അടിച്ചമർത്തുന്ന പല ചിന്തയിൽ അടിച്ചമർത്തുന്ന, ഒതുക്കുന്നത്, അവോയ്ഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പക്ഷേ ലലുയ്യ ആ സന്ദർഭത്തിൽ ഇവർ ലലുയ്യ പൈശാചിക ശക്തികളുമായിട്ട് കൂട്ടുപിടിക്കുകയും ചിലർ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ചിലർ എതിരെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവനെതിരെ അവൻ്റെ കുടുംബത്തിനെതിരെയൊക്കെ എതിരെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അതെല്ലാം മൗഢ്യമാണ്. ലലുയ്യ എതിർ പ്രാർത്ഥന എന്നുള്ള ചില പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ട് തകരാൻ വേണ്ടി. പക്ഷേ എതിർ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നതല്ല, ദൈവസനയിൽ എത്തുന്നതല്ല. ആരുടെയും പോക്കറ്റിലല്ല ദൈവം. ആർക്കും വേണ്ടി പ്രതികൂലമായിട്ട് എതിരെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ദൈവം ഇറങ്ങിയൊന്നും വരത്തില്ല. ദൈവം എല്ലാവരുടെ ദൈവമാണ്. ദൈവം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ എതിർ പ്രാർത്ഥന മറ്റുള്ളവരെ തകരാൻ നശിക്കാൻ ആഗ്രഹിച്ചു പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നീയേ നശിച്ചു പോകും. ദൈവം ലലുയ്യത്തിൻ്റെ മുമ്പിൽ നീ നശിച്ചു കൊണ്ടിരിക്കുക. ആരംഭത്തിലൊക്കെ ചില തകർച്ചകൾ അതൊക്കെ കണ്ടെന്നൊക്കെ ചിന്തിച്ചെന്ന് വരാം. പക്ഷേ അവസാനം ദൈവ സാന്നിധ്യം നിന്നെ വിട്ട് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മുടെ ദാവീദിനെ തന്നെ എടുക്കാം. ദാവീദിന് എതിരെ ശൗൽ എഴുന്നേറ്റിട്ടും ദാവീദ് ഒന്നും പ്രതികരിക്കാൻ പോയില്ല. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തൊങ്ങൽ കട്ട് ചെയ്തെടുത്തത് പോലും ദാവീദ് ക്ഷമ ചോദിച്ച് അവിടെ നിന്ന് ആ കളം വിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒഴിഞ്ഞു മാറുകയല്ലാതെ ദാവീദ് എതിർക്കാൻ മറ്റൊരു തലത്തിലേക്ക് പോയില്ല. കാരണം ഇങ്ങനെ എതിരെ അസൂയമായിട്ട് പ്രവർത്തിച്ച് വരുന്നവരുടെ മേൽ ദൈവം ഇടപെട്ടുകൊള്ളും. ഞാൻ നിങ്ങൾ അതിന് ഭാരപ്പെടേണ്ട കാര്യമല്ല. നമ്മുടെ ലലുയ്യ ദൈനംദിന ജീവിത തലങ്ങളിലേക്കും ശുശ്രൂഷ തലങ്ങളിലേക്കും ലലുയ്യ നാം വിശ്വസ്തയോടെ മുന്നോട്ട് പോകുമെങ്കിൽ അതെല്ലാം മാറിപ്പോകും. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇവിടെ വായിക്കപ്പെട്ട കാര്യം അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. അന്യായ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒരു റൂട്ട് ചിലരുടെ അസൂയ തോന്നിയിട്ട് അവരെ തകർക്കണം, അവരെ നശിക്കണം എന്ന് പറഞ്ഞ് ഒരു നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അത് നല്ലൊരു റോഡ്, നല്ലൊരു വഴി, ഇങ്ങനെ പല നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും എതിർപ്പിട്ട് ബന്ധിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇത് എവിടെ നിന്നാണ് അസൂയ വരുന്നത്? ആരുടെ ഉള്ളിലാണ് ജനിക്കുന്നത്? ആരാണ് എതിരെ ചെയ്യുന്നത്? ജോലി സ്ഥലത്താണോ? ഇല്ല. ബിസിനസ് മേഖലയിലാണോ? അത് വിദ്യാഭ്യാസ മേഖലയിലാണോ? ചർച്ചിനകത്താണോ? പൊതുവേദിയിലാണോ? ഇല്ല. കുടുംബത്തിനകത്ത് നിന്നോ? ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ നാം അറിയാതെ വരുന്ന ബന്ധനങ്ങളെ അന്യായ ബന്ധനങ്ങൾ എന്ന് നമുക്ക് അതിലെ ആ കാറ്റഗറിയിൽ അതിനെ മാറ്റി നിർത്താം. ഈ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഇതിനെ അഴിക്കാൻ ഒരു അഭിഷേകം ആവശ്യമാണ്, ദൈവശക്തി ആവശ്യമാണ്. ഇതിനെ അടിക്കുന്ന ഒരു റൂട്ട് നമ്മൾ അടുത്ത തലത്തിലേക്ക് ചിന്തിക്കാം. അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയാണ് ന്യായമായിട്ടുള്ള ബന്ധനം എന്ന് പറയുന്നത്. ന്യായമായിട്ടുള്ള ബന്ധനം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് പാപപ്രവൃത്തികൾ കൊണ്ട് വരുന്നതാണ് ന്യായമായിട്ടുള്ള ബന്ധനം. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് വരുന്ന ബന്ധനം. അതിന് തിരുവചന പ്രകാരം ഒരു വേദഭാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഒട്ടേറെ വചനങ്ങളുണ്ട്. അതിൽ ഒരെണ്ണത്തിലേക്ക് നമുക്ക് പോകാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107:10 അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാൽ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവരുടെ ഹൃദയം അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്ന് പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം ന്യായമായിട്ടുള്ള ബന്ധനമാണ്. ന്യായമായിട്ടുള്ള ബന്ധനം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം കണ്ടോ? ദൈവത്തിൻ്റെ വചനങ്ങളോടുള്ള മത്സരം. ദൈവത്തിൻ്റെ വചനങ്ങളോടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചാൽ ബന്ധിക്കപ്പെടും. ഈ ബന്ധനം സാധാരണ വരുന്നത് ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിലാണ്. ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ പെന്തക്കോസ്തുകാരോടുള്ള ബന്ധത്തില്ല. അല്പം കൂടി പറഞ്ഞ ദൈവവചനത്തോടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ മനസ്സിലാക്കിയിട്ട് ദൈവവചനത്തിൻ്റെ ഉപദേശം, ദൈവവചനത്തിൻ്റെ ചിട്ടകൾ മനസ്സിലാക്കിയിട്ട് അതിൻ പ്രകാരം ജീവിക്കാതെ തന്നിഷ്ടത്തോടെ ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തോടുള്ള മത്സരം. ദൈവത്തിൻ്റെ വചനത്തോടുള്ള മത്സരം എന്ന് പറഞ്ഞത് ദൈവത്തോട് മത്സരിക്കുന്നതാണ്.
കാരണം അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് മത്സരിക്കുന്നത് തുല്യമാണ്. വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഹല്ലേലൂയ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അപ്പോൾ തന്നെ മറുഭാഗം, ഹല്ലേലൂയ, ദൈവം പ്രതികൂലമായ അനുകൂലമായിട്ട് ആർക്ക് നിൽക്കാൻ കഴിയും? അപ്പോൾ ഇവിടെ പറയും ദൈവത്തിൻ്റെ വചനങ്ങളോടുള്ള മത്സരം, വചനങ്ങളോടുള്ള മത്സരം. 2, അത്യുന്നതൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട്, അത്യുന്നതൻ്റെ ആലോചന പ്രവാചകന്മാരിലൂടെ ആലോചന അറിയിക്കും, നിങ്ങളുടെ സഭ പാസ്റ്ററിലൂടെ അറിയിക്കും, മാതാപിതാക്കളോട് ദൈവം ഇടപെടും, മുതിർന്ന വ്യക്തികളിലൂടെ അധ്യാപകരിലൂടെ ഇടപെടും. നല്ല ആലോചനകളെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ന്യായമായിട്ടും നീതിയുമായിട്ടുള്ള ആ ആലോചനകളെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. ഈ ആലോചനകൾ നിരസിച്ച ആരും നമുക്ക് ആലോചന പറയാൻ സപ്പോസ് ഇല്ല എന്ന് വന്നാൽ ദൈവം നമ്മുടെ മനസ്സാക്ഷിയിൽ ഇടപെടും. ഇത് ശരിയാണ്, ഇന്നത് തെറ്റാണെന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് ദൈവം ഇടപെടും. അതിനെ അവോയ്ഡ് ചെയ്ത് പോയാൽ വചനം പഠിക്കും അത്യുന്നതൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും അരിഷ്ടതയും ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ടവർ. അവിടെ കണ്ടോ, ഹല്ലേലൂയ, 2 കാരണങ്ങളാണ്. 1 ദൈവവചനത്തോടുള്ള മത്സരം, 2 ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്ത, ഈ 2 കാരണങ്ങൾ കൊണ്ട് 1 നീ ഇരുളിലേക്കും അന്ധതമസിലേക്കും അരിഷ്ടതയിലേക്ക് ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ടവർ. മാത്രമല്ല അടുത്ത് പറയാം, അവൻ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണ് സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ച് പോകുന്ന വ്യക്തി ജീവിതമേ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയും വിശുദ്ധിയും മനസ്സിലാക്കിയിട്ട് നിൻ്റെ ഇഷ്ടപ്രകാരം ലോകപ്രകാരം ലോകത്തിലെ പാപത്തിൻ്റെ വഴിയിൽ നീ നടക്കുന്നെങ്കിൽ നിനക്ക് ദൈവവചനപ്രകാരമുള്ള ശിക്ഷ അഥവാ ബന്ധനങ്ങൾ കയറി വരും. ഇല്ലല്ല, ദൈവത്തിൻ്റെ ആലോചന മുന്നറിയിപ്പുകൾ പലപ്പോഴും ദൈവാത്മാവ് തൻ്റെ ദാസന്മാരിലൂടെ അറിയിച്ചിട്ട് നീ അതിനെ ഏറ്റെടുക്കാതെ പോയാൽ വചനം പഠിപ്പിക്കുന്നു നിൻ്റെ ജീവിതം ഇരുട്ടിലേക്ക് പോകും. ഇല്ലല്ല, നിൻ്റെ ജീവിതം ആർക്കും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിലുള്ള ഇരുട്ടിലേക്ക് അടുത്ത് പറയുന്നത് കണ്ടോ, അല്ലല്ലേ, അന്ധതാമസിലേക്ക് പോകും. കൂരിരുട്ട്, അല്ലല്ല, ഒരിക്കലും കയറി വരാൻ കഴിയാതെ അന്ധതാമസിലേക്കും. അടുത്ത് അരിഷ്ടത ജീവിതത്തെ പിടിക്കും. ഇരുമ്പ് ചങ്ങലകളാലും, ഒന്നുകൂടി പറഞ്ഞാൽ ബുദ്ധിമണ്ഡലം പോലും പോകും. ഹല്ലേലൂയ. ചിലതിനെ നമ്മുടെ ട്രിവാൻഡ്രത്താണ് മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, പറയുന്ന നമ്മുടെ ആ ദേശത്തെ ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ചിലതിന് ബുദ്ധിമണ്ഡലം പോലെ വ്യത്യസ്തമായി മാറി ബുദ്ധിഭ്രമം വരെ ആയിപ്പോവും. ചിലതിനെ ചങ്ങലക്കിടേണ്ട സാഹചര്യങ്ങൾ വരും. പലതും ചങ്ങലയ്ക്ക് കിടക്കുന്നത് ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവവചനത്തെ അനുസരിച്ചിട്ട് ബന്ധിക്കപ്പെടുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവവചനത്തിനെതിരെ നിന്നതുകൊണ്ട് ചില പിതാക്കന്മാർ കാണിക്കുന്ന, ഹല്ലേലൂയ, ദൈവവചനത്തോടുള്ള മത്സരം തലമുറകളെ കൂടി ബാധിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് കൈയും കാലും കെട്ടിയിടേണ്ട സാഹചര്യം വരെ ഇത് നിമിത്തം വരും. അടുത്ത് പറയുന്നത് കണ്ടോ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി എന്ന് പറഞ്ഞ ദൈവം അവരുടെ ഹൃദയങ്ങളെ കഷ്ടത കൊണ്ട് താഴ്ത്തിക്കളയും. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ കഷ്ടത കൊണ്ട് താഴ്ത്തി ആർക്ക് പ്രാർത്ഥിച്ച് വിടുവിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ച് ബന്ധിക്കപ്പെട്ടു പോയ കുടുംബത്തെ ഏത് പാസ്റ്ററിന്, ഹല്ലേലൂയ, പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്? ഇവിടെ പറയുന്ന, ഹല്ലേലൂയ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി എന്ന് പറഞ്ഞ ജീവിതം കഷ്ടതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. ഹല്ലേലൂയ. എന്ത് ചെയ്താലും കയറി വരാൻ കഴിയാതെ അവിടെ കിടന്ന് വട്ടം കറങ്ങും. മാത്രമല്ല, ഹല്ലേലൂയ, ഇരുമ്പ് ചങ്ങലകളാലും അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണ് സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഭാഗം കണ്ടോ, അവർ ഇടറി വീണു. ഏതൊരു കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചാലും എല്ലാത്തിലും ഇടറിപ്പോകും. ആത്മീയ കാര്യത്തിന് സ്റ്റെപ്പ് വെച്ചാലും അത് ഇടറിപ്പോകും. അതുപോലെ തന്നെ ഭൗതികമായ സാമ്പത്തിക കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചാലും അതെ, ഏത് ഭാവി വിഷയമായിട്ട് വിദ്യാഭ്യാസം, ജോലി, ഏതൊരു സംരംഭത്തിനും നമ്മൾ സ്റ്റെപ്പ് വെച്ചാലും എല്ലാ വിഷയത്തിലും ഇടറിപ്പോകും. അവിടെ കിടന്ന് കറങ്ങുകയല്ലാതെ വട്ടം തിരിയല്ലാതെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് കണ്ടോ. എന്താ കാരണം? ദൈവത്തിൻ്റെ വചനങ്ങളോടുള്ള മത്സരം.
ദൈവത്തിന് വിരുദ്ധമായി മത്സരിക്കുന്ന പാപത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ഇതെല്ലാം വലിയൊരു വിപത്തിലേക്ക് കടന്നു പോകും. ഇതിനെ ന്യായമായിട്ടുള്ള ബന്ധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപപ്രവൃത്തി കൊണ്ട്, നമ്മുടെ അനുസരണക്കേട് കൊണ്ട്, ദൈവവചനത്തെ കീഴ്പ്പെടാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബന്ധനമാണ് ന്യായമായിട്ട് ബന്ധനം. അപ്പോൾ ശ്രദ്ധിക്കണം, ആരംഭത്തിൽ നമ്മൾ ചിന്തിച്ച് അന്യായമായിട്ടുള്ള ബന്ധനം, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് ന്യായമായിട്ടുള്ള ബന്ധനം. അപ്പോൾ അന്യായം അല്ലെങ്കിൽ ന്യായം, ഇവ രണ്ടിലും പെടാത്ത ഒരു ബന്ധനം ഭൂമിയിലില്ല. ഈ വചനം കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങളുടെ ജീവിതം ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ കയറി വരുന്നെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ മേലുള്ള ബന്ധനം, നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധനം, അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതെന്ന് ആദ്യം നമ്മൾ വചനപ്രകാരം ആലോചിക്കണം. വചനപ്രകാരം നമ്മളെ ശോധന ചെയ്യണം. അന്യായമായിട്ടാണോ എൻ്റെ ജീവിതം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്? ഇല്ല, ന്യായമായിട്ടാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. അന്യായമായിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കലെ വിളിച്ചു. 10:1. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഇവിടെ പറയുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അധികാരം കൈമാറുന്നു. അവിടെ പറയും ഭൂതങ്ങളെ പുറത്താക്കാൻ എന്ന് പറഞ്ഞാൽ പൈശാചികമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ബന്ധനത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുന്നു. അധികാരം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുവും ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ബന്ധനത്തിൽ അകപ്പെട്ട് കിടന്ന അനേകരെ യേശു സൗഖ്യമാക്കി. ഒരിക്കൽ ഒരു സ്ത്രീയുടെ മകളെ കർത്താവ് സൗഖ്യമാക്കുന്നു ഭൂതരോഗത്തിൽ നിന്നും, ഭൂതബാധയിൽ നിന്നും. അതുപോലെ തന്നെ ലഗ്യോം ബാധിച്ച് കല്ലറയിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ, ലഗ്യോം ബാധിച്ച വ്യക്തിയെ ചങ്ങലകളും ഇരുമ്പ് ചങ്ങലകളും വിലങ്ങുകളും അവൻ ഉരുമ്മി ഓടിക്കുമായിരുന്നു. ആർക്കും അവനെ കീഴടക്കാൻ പറ്റില്ല. ആ വിധത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന വ്യക്തിയെ യേശു സൗഖ്യമാക്കി. മാത്രമല്ല പല ഭൂതഗ്രസ്തരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന, ചന്ദ്രരോഗം ബാധിക്കപ്പെട്ടവരെ പോലും യേശു സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ അധികാരം യേശു കർത്താവ് തൻ്റെ ദാസന്മാരെ ശിഷ്യന്മാർക്ക് വേണ്ടി അങ്ങ് കൈമാറി. ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ആ ശുശ്രൂഷ, ആ അധികാരം കൈമാറി. ഇതൊരു അധികാരമാണ്, പൈശാചിക മണ്ഡലങ്ങളുടെ മേലുള്ള അധികാരം. ഈ അധികാരത്തിൻ്റെ ശുശ്രൂഷ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവദാസൻ ഈ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിക്കാൻ കർത്താവ് അവരെ ഉപയോഗിക്കും. ഒരിക്കലും അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഒരു മഹാപുരോഹിതൻ്റെ 7 മക്കൾ ചേർന്ന് ഒരു പൈശാചിക ബന്ധനത്തിൽ കിടന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. അവർ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വചനങ്ങൾ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാരും പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേലെ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവരെ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് മന്ത്രവാദികളായി 7 യഹൂദന്മാർ, അതിപ്പോൾ മഹാപുരോഹിതൻ്റെ മക്കളാണ്. അവരിപ്പോൾ മന്ത്രവാദികളായി, ആ വിധത്തിലായി. അവരെന്തെന്നറിയാം, ഒരു വ്യക്തിയിലുള്ള ഭൂതത്തെ ഒഴിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവസാനം ഒരു ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ പൗലോസ് യേശുവിൻ്റെ നാമം പറഞ്ഞ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി ഇവർ എവിടെ ചെന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളോട് പുറത്തു പോകാൻ വേണ്ടി പറയുകയാണ്. അപ്പോഴാണ് ദുരാത്മ ബാധിച്ച ആ വ്യക്തി പറയുന്നത്, ആ പൈശാചി പറയുന്നത്, പൗലോസിനെ എനിക്കറിയാം,
ഹല്ലേലൂയ. അതുപോലെ തന്നെ യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്ക് പരിചയമുണ്ട്, നിങ്ങൾ ആരെന്ന് ചോദിച്ച് അവരുടെ മേൽ ചാടി വീണ് അവരുടെ കീഴ്പ്പെടുത്തി അവരുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ച് കീറിക്കളഞ്ഞ് അവരെല്ലാം നഗ്നരായി ഓടിക്കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ദൈവം അധികാരം കൊടുത്തവർക്ക് മാത്രമേ ഈ ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ പൈശാചിക ശക്തികളെ പുറത്താക്കണമെങ്കിൽ അതിൻ്റെ മേൽ ഒരു ദൈവിക അധികാരമുണ്ട്. ആ അധികാരം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ അതിനെ പുറത്താക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നമ്മൾ അതിൽ നിന്ന് ഒരു അധികാരത്തിൻ്റെ അഭിഷേകം പ്രാപിക്കണം, കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, ഹല്ലേലൂയ, അന്യായ ബന്ധനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി, ഹല്ലേലൂയ, അവർക്ക് അതിന് തക്കതായ അഭിഷേകം ഇല്ല എങ്കിൽ ഈ അധികാരമുള്ള ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും, വചനം നേരത്തെ പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ടുമാറില്ല എന്ന് പറഞ്ഞാൽ, ആരംഭത്തിൽ വായിച്ചതുപോലെ അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കരകളെ അഴിക്കുക, പ്രൈസലോ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്യായ ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുക ഉപവാസവും പ്രാർത്ഥനയും ആ പൈശാചിക ശക്തികളുടെ മേൽ ദൈവം അധികാരം കൊടുത്തിരിക്കുന്ന ഒരു അഭിഷേകത്തിന് ആ വിഷയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തിനകത്ത് വിടുതൽ ദൈവം കൽപ്പിക്കും. അങ്ങനെ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ന്യായമായിട്ടുള്ള ബന്ധനം നമ്മൾ പറഞ്ഞു വരികയായിരുന്നല്ലോ. ന്യായമായിട്ടുള്ള ബന്ധനം അഴിക്കാൻ ഭൂമിയിൽ ഒരു അഭിഷേകമില്ല, ഒരു അഭിഷേകത്തിനുമില്ല. കാരണം ന്യായമായിട്ടുള്ള ബന്ധനത്തിൻ്റെ മേലുള്ള അധികാരം ദൈവത്തിനാണ്. അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുകയും ദൈവത്തിന് അത്യുന്നതിൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിൽ അന്ധതപസിൽ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ വന്ന ബന്ധനം, ദൈവവചനപ്രകാരം വന്ന ബന്ധനം, അവൻ അവരെ കഷ്ടത കൊണ്ട് താഴ്ത്തി, ദൈവമാണ് കഷ്ടത കൊണ്ട് താഴ്ത്തിയത്. അവർ ഇടറി വീണ് സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നു. ദൈവം ഒരു വ്യക്തിയെ താഴ്ത്തിയ ഇവിടെ ഏത് മനുഷ്യനെ ദൈവത്തിൻ്റെ കരത്തെ ശാസിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ കരത്തെ മാറ്റാൻ കഴിയും. അങ്ങനെയെങ്കിലും മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ കരത്തെ ശാസിക്കാൻ മാറ്റാൻ പറ്റിയ ഇവിടെ ഒരു അധികാരമില്ല, ഒരു അഭിഷേകമില്ല, ഒരു അഭിഷേകത്തിനുമില്ല. അങ്ങനെ ന്യായമായിട്ട് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, വന്ന ബന്ധനം മാറാൻ വചനം പറയുന്നത്, അടുത്ത് പറഞ്ഞു, അവരുടെ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിച്ചു. ചിലർ എന്ത് ചെയ്യുന്നറിയാം, ന്യായമായിട്ടുള്ള ബന്ധനങ്ങൾ, ചില പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, ചില നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ, ഇതൊന്നും ഉപവാസമൊന്നും നടത്തിയിട്ടൊന്നും ഇതിലെ കാര്യമില്ല. ന്യായമായിട്ടുള്ള ബന്ധനം വിഷയം വന്നു പോയാൽ നമ്മൾ ഏത് വിഷയത്തിലാണ് തെറ്റിപ്പോയോ അതിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വരിക. ദൈവത്തിൻ്റെ ആലോചന എവിടെയാണ് നിരസിച്ചത്, ദൈവത്തിൻ്റെ കൽപ്പന എവിടെയാണ് ലംഘിച്ചത്, ദൈവവചനത്തെ അനുസരിക്കാതെ പോയത് എവിടെയാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമ്പോൾ ദൈവം അതിൽ നിന്ന് ഒരു വിടുതൽ കൊടുക്കും. അല്ലാതെ ന്യായമായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, വിടുവിക്കാൻ ഇവിടെ ഒരു അഭിഷേകനുമില്ല, അഭിഷേകമില്ല, ആരുമില്ല, അധികാരമില്ല. കാരണം ദൈവത്തിൻ്റെ കരമാണ് ഭാരമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവനാമത്തിൽ പറയട്ടെ, ന്യായമായിട്ടുള്ള ഒരു ബന്ധനം പിടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ അതിന് ഏക വഴി ദൈവത്തോട് ഏറ്റുപറയാം. ചിലപ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിലായിരിക്കും ഈ ന്യായമായിട്ടുള്ള വിഷയം വന്നുപോയത്. ചിലപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ തുടങ്ങിയതായിരിക്കാം. ദൈവത്തോട് പറയും, കർത്താവ്, ഞങ്ങളുടെ പിതാക്കന്മാർ അറിയാതെ ദൈവത്തിൻ്റെ ദൈവത്തോട് മത്സരിച്ചു പോയി, ഞങ്ങളോട് അത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ക്രമീകരിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ദൈവം നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച്, അനുസരണക്കേട് ക്ഷമിച്ച് ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരും. അല്ലാതെ ന്യായമായിട്ടുള്ള കുറവുകളെ, ബലഹീനതകളെ, വീഴ്ചകളെ, അകൽച്ചകളെ, അനുസരണക്കേട് ഏറ്റുപറയാതെ ഒരു അഭിഷേകത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് ഇതിനകത്ത് വിടുതലുണ്ടാകില്ല. മറ്റൊരു കാര്യം കൂടി ഹല്ലേലൂയ, മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ കരമാണ് ഇതിന്മേലിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരം ഇതിനെ, ഹല്ലേലൂയ, മാറ്റാൻ ഒന്നുകൂടി പറഞ്ഞാൽ അവിടെ ഒരു അധികാരമോ അഭിഷേകമോ ഇല്ല. ആയതിനാൽ തെറ്റിദ്ധരിക്കപ്പെടരുത്. നാം മറ്റൊരു വിധത്തിൽ ഇതിനെ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇതിനെ മാറ്റാൻ വേണ്ടി നോക്കിയാൽ നടക്കത്തില്ല. ദൈവത്തിൻ്റെ കരമാണ് ഭാരമായിരിക്കുന്നത്. ആയതിനാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ, കുറവുകളെ, അനുസരണക്കേടുകൾ എവിടെ നിന്ന് തെറ്റിപ്പോയോ, എവിടെ നിന്ന് അകന്നു പോയോ
അതിനെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന ദൈവം ഇതിനെ അഴിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ സന്ദർഭത്തിൽ ദൈവം അഴിക്കുന്ന, നീ മാനസാന്തരപ്പെട്ടു വരുമ്പോൾ അതിനെ, ആ ബന്ധനത്തെ അഴിക്കുക. അതിന്മേൽ പൈശാചിക ശക്തിയുടെ മേലെ ദൈവം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ കരമാണെങ്കിൽ പൈശാചിക ബന്ധനമാണ് അതിന്മേൽ വരുന്നത്. ഒരു ദിവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ രണ്ടും പോരാട്ടമായിട്ടാണ് കാണുന്നത്, രണ്ടും ബന്ധനമായിട്ടാണ് കാണുന്നത്. പക്ഷേ രണ്ടും രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ എല്ലാം പൈശാചിക ബന്ധനങ്ങളെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ കരത്താൽ വന്നതാണെങ്കിൽ ഏറ്റു പറഞ്ഞ് ക്രമീകരിച്ചേ പറ്റൂ. ഇതിനെ അഴിക്കുന്ന സമയത്ത് ഒരു അഭിഷത്തിനെ ഉപയോഗിച്ചെന്ന് വരും, നിന്റെ വിടുതലിന് വേണ്ടി ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചെന്ന് വരാം. പക്ഷേ ഇതിന് മേലുള്ള അധികാരമില്ല, അഭിഷേകമില്ല. സത്യം പറഞ്ഞ നമ്മുടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ഇറങ്ങിയപ്പോൾ ആ കോപത്തിൽ ദൈവം ഇടപെട്ടത് അവൻ്റെ ഇയ്യോബിൻ്റെ കൂട്ടുകാരോട്, സ്നേഹിതരോട് പറഞ്ഞ്, നിങ്ങൾ ആ 7 ആടുകളെയും 7 കാളകളെയും പിടിച്ച് എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുക, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെ ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്നേഹിതന്മാരുടെ വിഷയത്തിൽ ദൈവം വിടുതലയച്ചു. എന്ന് പറഞ്ഞാൽ ദൈവകോപം ഇറങ്ങിയ വിഷയമാണ്. പക്ഷേ ഇയ്യോബിനെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ ചില വിഷയത്തിൽ ദൈവം ചില അഭിഷക്തന്മാരെ ഉപയോഗിക്കും. പക്ഷേ ഇതിനു വേണ്ടിയുള്ള ഒരു അഭിഷേകമോ അതിൻ്റെ വേണ്ടിയുള്ള ഒരു അധികാരമോ ഇല്ല. കാരണം ദൈവത്തിൻ്റെ കരമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അന്യായ ബന്ധനമാണെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരമുള്ള ഒരു അഭിഷേകത്തിനും കൂടി കടന്നു വന്ന ആ വിഷയത്തിൽ വിടുതലുണ്ടാക്കും. ന്യായമായിട്ടുള്ള ബന്ധനമാണ് ഇരിക്കുന്നെങ്കിൽ, അതിനാലാണ് ബന്ധിക്കപ്പെട്ടു പോയതെങ്കിൽ, ദൈവത്താൽ ബന്ധിക്കപ്പെട്ടെങ്കിൽ എവിടെയാണ് ക്രമീകരിക്കേണ്ടത്, ഏത് പാപം ആണ്, ഏത് അനുസരണക്കേടാണ് വചനത്തോട് അനുസരിച്ച് പോയത്, അതെല്ലാം ഏറ്റുപറഞ്ഞ് ക്രമീകരിച്ച് മടങ്ങി വന്നാൽ ആ ബന്ധനങ്ങളെ ദൈവം അഴിക്കും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ ദാവീദ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു ആഴമേറിയ കാര്യമുണ്ട്. പുസ്തകം തൻ്റെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യഹോവേ, നീ എന്നെ 139 സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേലില്ല, നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യം ന്യായമായിട്ട് വന്ന ബന്ധനമാണ് എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ശോധന ചെയ്തു. ദൈവം സങ്കീർത്തനക്കാരൻ ദാവീദ് മറ്റൊരു സങ്കീർത്തനം പറഞ്ഞു, ദൈവമേ നീ എന്നെ ശോധന ചെയ്യണമേ എന്നൊക്കെ. പക്ഷേ ദൈവം ഇവിടെ ശോധന ചെയ്തപ്പോൾ എന്താ ശോധന ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്, ദാവീദിൻ്റെ എഴുന്നേൽപ്പ്, എന്തിനു വേണ്ടി എവിടെയൊക്കെ ചെന്നിരുന്നു, എന്തിനു വേണ്ടിയൊക്കെയാണ് എഴുന്നേറ്റത്, അദ്ദേഹത്തിൻ്റെ നിരൂപണം, അതുപോലെ നടപ്പ്, അദ്ദേഹം കിടന്ന ഭാഗങ്ങൾ, കിടപ്പ് എല്ലാം ദൈവം ശോധന ചെയ്തു. അദ്ദേഹത്തിൻ്റെ വഴികളെല്ലാം ദൈവം മനസ്സിലാക്കിയപ്പോൾ അവിടെ പറയും, നീ അറിയാതെ, മുഴുവൻ അറിയാതെ ഒരു വാക്കുമില്ല. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ശോധന ചെയ്ത് നോക്കി. അപ്പോൾ പുള്ളി റിസൾട്ട് വന്നപ്പോൾ ദൈവം എന്തെന്നറിയാം, ദാവീദിൻ്റെ മുന്നും പിന്നും എല്ലാം അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരം അവൻ്റെ മേലെ വെച്ചു. ഇദ്ദേഹം ആദ്യം വിചാരിച്ച പോരാട്ടമാണ്, ഇതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് കാണാം. പക്ഷേ അവസാനം പുള്ളിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവമാണ് മുന്നടച്ചത്, പിന്നും അടച്ചത് ദൈവം. മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകിലോട്ടും പോകാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ കരം അദ്ദേഹത്തിൻ്റെ മേൽ ഭാരമായി വെച്ചു. ഈ 6-ാമത്തെ വാക്യം, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരുന്നെന്നാണ്. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി.
എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരമാണ് ഇരിക്കുന്നത്. ആയതിനാൽ ന്യായമായിട്ടുള്ളൊരു വിഷയം വന്നാൽ അതിൽ ദൈവസന്നിധിയിൽ മടങ്ങി വരികയല്ലാതെ ഏറ്റുപറയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു വന്നാൽ ദൈവം അതിനകത്ത് നിന്ന് വിടുതലുണ്ടാക്കും. അപ്പോൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ബന്ധനം അന്യായ ബന്ധനം, രണ്ടാമത്തെ ബന്ധനം ഹല്ലേലൂയ ന്യായമായിട്ടുള്ള ബന്ധനം. അപ്പോൾ അന്യായ ബന്ധനമുണ്ട്, ന്യായമായിട്ടുള്ള ബന്ധനമുണ്ട്. ചിലർക്ക് ഇത് രണ്ടുമുണ്ട്. ചിലർക്ക് അന്യായ ബന്ധനം കാണും, ന്യായമായിട്ടുള്ള ബന്ധനം കാണും. പ്രത്യേകിച്ച് ഈ രണ്ട് ബന്ധനം കൂടി ഒരുമിച്ച് കയറിയ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഒരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിക്കും, പോരാട്ടമുണ്ട്, ബന്ധനമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ന്യായമായിട്ടുള്ള വിഷയം ഇരിക്കും കാലം അന്യായമായിട്ടുള്ളതോ അഴിഞ്ഞു പോകൂല. അതാണ് വേറൊരു കാര്യം. ന്യായമായിട്ടുള്ള ഒരു ബന്ധനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ച് ദൈവത്തോട് പാപം ചെയ്ത വിഷയം ഇരിക്കുമ്പോൾ ആ ബന്ധനം ഇരിക്കുമ്പോൾ അന്യായ ബന്ധനം പോലും പ്രാർത്ഥനയിൽ അഴിഞ്ഞു പോകൂല. പിന്നെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചിലർ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കാറുണ്ട്. ഒരു പാസ്റ്ററിനെ കുറിച്ച് കേട്ട് അവരെ വിളിച്ചുകൊണ്ട് വരും. ഉപവാസ പ്രാർത്ഥന 3 ദിവസം ഉപവാസ പ്രാർത്ഥന സാധാരണ വയ്ക്കുന്നത് പോലെ വയ്ക്കും. ഉപവാസം പ്രാർത്ഥനയും വയ്ക്കും. ദൈവത്തിൻ്റെ ആലോചനകൾ, ദൂതുകൾ, വെളിപ്പാടുകൾ വെളിപ്പെടും, വചനമൊക്കെ വെളിപ്പെടും. ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം ആ കുടുംബത്തിൽ ആ വ്യക്തിക്ക് ഉണ്ടാകും. അവർ വലിയതായിട്ട് ദൈവത്തെ ആരാധിക്കും. അതെല്ലാം കഴിയും. ഒരു 3 ദിവസത്തെ പ്രാർത്ഥനയൊക്കെ കഴിയും. വരുന്ന പാസ്റ്ററിന് സ്തോത്ര കാഴ്ചയോ വണ്ടിക്കൂലിയോ അങ്ങനെ ക്രമീകരിച്ചു അദ്ദേഹത്തെ അയക്കുന്ന പതിവാണ്. അങ്ങനെ വിടാറുണ്ട്. 1-2 ദിവസങ്ങൾ ഈ കുടുംബം വലിയ സന്തോഷത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം വിഷയത്തെ കണ്ടു, ദൈവം ഇടപെട്ടു, ദൈവത്തിൻ്റെ ആലോചന ഇതൊക്കെ വെളിപ്പെട്ടതിൻ്റെ കാരണത്താൽ അവർക്ക് വലിയ സന്തോഷമുണ്ടാകും. പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ചങ്കരൻ തെങ്ങേൽ പിന്നെയും തെങ്ങേലെന്ന് പറഞ്ഞ പോലെ ഇവരുടെ വിഷയത്തിന്, ഇവരുടെ സാഹചര്യത്തിന് ഇവർക്കൊരു വിടുതലും കാണില്ല, ഇവർക്കൊരു വ്യത്യാസം കാണില്ല. അപ്പോഴും ചിന്തിക്കും, വന്ന പാസ്റ്ററിന് കൃപയില്ലാത്തത് കൊണ്ടാണ്, അദ്ദേഹത്തിൽ കൃപയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു പോയത്, വിടുതലില്ലാത്തത്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇന്ന ആൾ പ്രാർത്ഥിക്കാൻ ഇരിക്കാത്തത് കൊണ്ടാണ്, ഇന്ന വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മേലും പഴി ചാരാൻ തുടങ്ങും. ഓരോരുത്തരുടെ മേൽ, അല്ലെങ്കിൽ സഭാ പാസ്റ്ററുടെ മേൽ പഴിചാരും, അല്ലെങ്കിൽ സഭയെ പഴിചാരും, അല്ലെങ്കിൽ കുടുംബത്തിലെ കുടുംബനാഥയെ, മക്കളെ, അവരെ ഇവരെയൊക്കെ പഴിചാരി അല്ലെങ്കിൽ വന്ന് ശുശ്രൂഷിക്കാൻ വന്ന പാസ്റ്ററിൻ്റെ പടലിലേക്ക് ആക്കും. ദൈവമക്കളെ അടുത്ത് കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകും. വേറെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത് ഇന്നടുത്ത് ഒരു പാസ്റ്ററുണ്ട്, അവരെ വിളിച്ചാൽ ഇപ്പോൾ തന്നെ എല്ലാ ബന്ധനവും അടിയുന്നു. അങ്ങനെ ആ പാസ്റ്ററുടെ നമ്പർ സെറ്റ് ചെയ്യുന്നു, അവരെ വിളിക്കുന്നു, ഡേറ്റ് എല്ലാം ക്രമീകരിച്ചു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പിന്നെയും ക്രമീകരിക്കുന്നു. അവർ വന്ന് ശുശ്രൂഷിക്കാൻ വരുന്നു. മുമ്പ് വന്ന ദൈവദാസനിലൂടെ ദൈവാത്മ ഇടപെട്ടതുപോലെ തന്നെ ഈ ദൈവദാസനിലൂടെ ഇടപെടുന്നു. അപ്പോൾ ഈ കുടുംബത്തിന് വലിയ ഇത്തിരി കൂടി സന്തോഷമായി, ആഹ്ലാദമായി, അന്നേക്കും ദൈവാത്മ ഈ വിഷയങ്ങൾ തന്നെ വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞവർ വളരെ സന്തോഷിക്കുന്നു, ആരാധിക്കുന്നു. 3 ദിവസം ഉപവാസം എല്ലാം കഴിയുന്നു. വന്ന ദൈവദാസന് വണ്ടിക്കൂലിയെ സ്വോത്ര കാഴ്ച കൊടുക്കുന്നു. അവർ കടന്നു പോകുന്നു. വിഷയം അങ്ങനെ തന്നെ. 1-2 ദിവസം ഭയങ്കര സന്തോഷമായി. 3ൻ്റെ അന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണും. പിന്നെ വന്ന പുള്ളിയെ പഴിയായിരുന്നു, അവിടെ പല കാരണങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നു. ശ്രദ്ധിക്കണമേ, ഇങ്ങനെ പ്രാർത്ഥന വെച്ച് കുടുംബങ്ങളെ മടുത്തു പോകും. എന്ന് പറഞ്ഞ പ്രാർത്ഥന വെച്ചിട്ട് ഒരു വിടുതലില്ല. ഏത് ദിവസനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു വിടുതലെ കാണാൻ പറ്റുന്നില്ല. ഉപവസിച്ചും പ്രാർത്ഥിച്ചും മടുത്തും. അപ്പോൾ കുടുംബത്തിലുള്ളവർ ആദ്യമൊക്കെ എല്ലാവരൊക്കെ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ ഉപവാസം പ്രാർത്ഥന വെച്ച് വിടുതലില്ലാതെ വരുമ്പോൾ ഓരോന്ന് തൊഴിയാൻ തുടങ്ങും. പിന്നെ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഇരിക്കാതെയാകും. പിന്നെ അവസാനം നമ്മുടെ സാഹചര്യത്തിൽ കാണുന്ന പോലെ അവിടുത്തെ അമ്മാമ്മയോ ആൻറ്റിയോ അവരാരെങ്കിലും അവസാനം കാണും, അവരിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കും. വേറൊരു വിടുതലോ വ്യത്യാസമോ ഒന്നും കാണുന്നില്ല. പിന്നെ പറയും, ഞാൻ ഒത്തിരി പ്രാർത്ഥന വെച്ചു, ഒത്തിരി ഉപവസിച്ചു, എനിക്ക് വിടുതലില്ല. ദൈവമക്കളെ, ഇന്ന് ഈ സന്ദർഭത്തിൽ പറയട്ടെ, ന്യായമായിട്ടുള്ളൊരു ബന്ധനം നിൻ്റെ മേലോ നിൻ്റെ കുടുംബത്തിൻ്റെ മേലോ തലമുറകളുടെ മേലോ ഉണ്ടെങ്കിൽ അന്യായമായിട്ടുള്ളതും അഴിഞ്ഞ് പോകൂല. ഒരു പക്ഷേ ആ സന്ദർഭത്തിൽ വന്ന ദൈവദാസൻ്റെ മുഖത്തെ മാനിച്ച് ദൈവം ഒരു വ്യത്യാസത്തെ തന്നെന്ന് വരാം. പക്ഷേ പൂർണ്ണമായിട്ടൊരു വിടുതല പ്രാപിക്കണമെങ്കിൽ
ആദ്യം ന്യായമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നീ എവിടെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്? ഏത് വചനത്തെ ലംഘിച്ച് നീ പിന്മാറിപ്പോയത്? നീ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചത് എവിടെയാണ്? ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കാതെ നിരസിച്ച് കളഞ്ഞത് എവിടെയാണ്? അത് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യം മടങ്ങി വാ. അങ്ങനെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാതെ ദൈവനാമത്തിന് വേണ്ടി സ്തോത്ര കാഴ്ച കൊടുത്ത്, ദശാംശം കൊടുത്ത്, പള്ളി പണിയാൻ, ചർച്ച് പണിയാൻ ഇടം കൊടുത്ത്, അത് ചെയ്ത് ഇത് ചെയ്ത്, ഇതൊന്നും അതിന് പ്രതിവിധിയാകത്തില്ല. മാനസാന്തരപ്പെടുക, എന്നാൽ മാത്രമേ ന്യായമായിട്ടുള്ള ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവനാമത്തിൽ പറയട്ടെ, ഇന്ന് നാം കേട്ട സന്ദേശത്തിലൂടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടത്. ഒന്ന്, അന്യായ ബന്ധനമെന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെന്താണ് വിടുതൽ? ഏതാണ് റൂട്ട്? അന്യായ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ, ന്യായമില്ലാതെ വന്ന ബന്ധനത്തിന് വിടുതൽ പ്രാപിക്കാൻ ഉപവാസം, പ്രാർത്ഥനയും ആ പൈശാചി ബന്ധനത്തിന്മേൽ അധികാരമുള്ള അഭിഷേകത്തിലും കൂടി വന്ന ഒരു വിടുതൽ കിട്ടും. രണ്ടാമത്തെ പാർട്ട് ന്യായമായിട്ടുള്ള ബന്ധനം. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിച്ച് അത് നിമിത്തം ദൈവത്തിൻ്റെ ആലോചന നിരസിച്ചത് കൊണ്ടുവന്ന ഇരുളും അന്ധതമസം, അരട്ടതയും ഇരുമ്പ് ചങ്ങല, കഷ്ടതയല്ല ഇടറി വീഴുന്നത്. അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വരിക. ഏത് വിഷയത്തിലാണ് ദൈവത്തോട് മത്സരിച്ച് അകന്നു പോയതോ അത് ഓർത്ത് ദൈവസന്നിധിയിലെ കുടുംബമായിട്ടാണെങ്കിൽ അങ്ങനെ മടങ്ങി വരിക. പിതാക്കന്മാരുടെ കാലത്ത് വന്നു പോയതെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയുക. അങ്ങനെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ദൈവം അതിൽ വിടുതലുണ്ടാകും. ഇവ രണ്ടും ഒരു കുടുംബത്തിലുണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ന്യായമായിട്ടുള്ള വിഷയത്തിൽ ക്രമീകരണം പ്രാപിക്കുക. അതിനുശേഷം മാനസാന്തരപ്പെട്ട് ക്രമീകരിച്ചതിന് ശേഷം ഒരു ഉപവാസ പ്രാർത്ഥനയെ ക്രമീകരിച്ച അന്യായമായിട്ടുള്ള ബന്ധനം അഴിഞ്ഞു പോകും. ഇതല്ലാതെ വേദപുസ്തകത്തിൽ മറ്റൊരു അനുഭവം വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ന്യായമായിട്ടുള്ള ബന്ധനമുണ്ട്, അന്യായമായിട്ടുള്ള ബന്ധനമുണ്ട്. ഇവ രണ്ടും കൂടി ചേർന്ന ഒരു മേഖലയുണ്ട്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ അവസ്ഥ എന്താണ്? നിൻ്റെ ജീവിതത്തിൽ ന്യായമായിട്ടുള്ള ബന്ധനമാണോ ഇരിക്കുന്നത്? ഇല്ല അന്യായമായിട്ടുള്ള ബന്ധനമാണോ ഇരിക്കുന്നത്? ഇല്ല ഇവ രണ്ടും കൂടിക്കലർന്നാണ് ഇരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ദൈവത്തോട് അടുത്ത് ക്രമീകരിച്ച ഈ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്ന് ഞങ്ങൾ ഈ സന്ദേശത്തിലൂടെ ന്യായമായിട്ടുള്ള ബന്ധനം, അന്യായമായിട്ടുള്ള ബന്ധനം, ഇവ രണ്ടും കൂടി ബാധിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ധ്യാനിക്കുണ്ടായി. ഈ വചന ശുശ്രൂഷ അനേകർക്ക് ഒരു വിടുതലായി തീരുവാൻ സഹായിക്കണം. ചിലതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തോടടുത്ത് വിടുതലുകൾ പ്രാപിപ്പാൻ ദൈവം സഹായിക്കും. പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്നവരെ ദൈവം രക്ഷിക്കും. രോഗബന്ധനത്തിൽ കിടക്കുന്നവർ രക്ഷിക്കും. കർത്താവ് മറ്റു പ്രതിസന്ധി കിടക്കുന്നവരെ ദൈവം രക്ഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്നവർ കുടുംബങ്ങൾ അനേകർക്ക് ഈ വചന പ്രയോജനകരമായി തീരാൻ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.